ഇത്രയും വർഷത്തെ അനുഭവത്തിനിടയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഈ വീട്ടിൽ ഉറപ്പായി എന്തോ ഒരു പ്രശ്നമുണ്ട്. അതെന്ത് പ്രശ്നമാണ് സ്വാമിജി? കവടിക്കുമേൽ തീ പിടിച്ചു എന്ന് വെച്ചാൽ ഈ വീടിനെ അഗ്നി പിന്തുടരുന്നു എന്നർത്ഥം. അഗ്നി എന്ന് വെച്ചാൽ പകയാകുവാനും സാധ്യതയുണ്ട്. അതും അഗ്നി പോലെയാണ്, എല്ലാം നശിപ്പിക്കും. ഈ വീടിനോട് ആർക്കായിരിക്കും ഇത്ര പകയുള്ളത്? എല്ലാവർക്കും നല്ലത് ചെയ്തു കൊടുക്കുന്ന മനസ്സാ ഞങ്ങളുടെയൊക്കെ. അത് ഈ ജന്മത്തിന്റെ പകയുമായിരിക്കാം, കഴിഞ്ഞ ജന്മത്തിൽ സംഭവിച്ചതുമായിരിക്കാം. ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോളൂ, മനുഷ്യൻ മണ്ണടിഞ്ഞില്ലാതായാലും ആത്മാവില്ലാതാകണമെന്നില്ല. സ്വാമിജി ഇനി എന്താണ് ചെയ്യുക? ആരുടെ പക? എന്താണ് സംഭവിക്കുന്നത്? അതെനിക്കും മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ നോക്കൂ. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അങ്ങയോട് പറഞ്ഞു. വേറെന്തെങ്കിലും? എന്തോ ഈ വീട്ടിൽ വന്നപ്പോൾ മുതൽ സർപ്പം കൺമുമ്പിൽ തെളിയുന്നു. ഏതോ ഒരു ശക്തിയുടെ പ്രഭാവം ഈ വീടിന്മേലുണ്ട്. എന്തു പറ്റി സ്വാമിജി? എന്താ കാര്യം എന്നൊന്ന് പറ. ഈ വീട്ടിൽ എന്തോ ദോഷമുണ്ട്. ഇനിയും ഇവർ ദാമ്പത്യം തുടങ്ങിയില്ലെങ്കിൽ ഏതോ ഒരു ജീവൻ ആപത്തുണ്ടാകും. സ്വാമിജി നോക്ക്, ഒരു തവണ പറഞ്ഞ പരിഹാരത്തെക്കുറിച്ച് വീണ്ടും ചോദിക്കേണ്ട ആവശ്യകതയില്ല. എങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും പ്രശ്നം വെച്ച് നോക്കുകയുണ്ടായി. മറ്റൊരു പരിഹാരവുമില്ല. അല്ല, ഞങ്ങളുടെ അവസ്ഥ? വേറെ പരിഹാരം ഇല്ലാന്ന് മാത്രം പറയരുതേ. പറഞ്ഞ പരിഹാരത്തിന് വീണ്ടും പരിഹാരം തരൂ എന്ന് പറയുന്നതിൽ യാതൊരർത്ഥവുമില്ല. ശാസ്ത്രീയ വിധിപ്രകാരം ഇനിയും അവരുടെ ദാമ്പത്യബന്ധം ആരംഭിക്കാൻ താമസിക്കുകയാണെങ്കിൽ അപകടം സുനിശ്ചിതമാണ്. മരണം ഈ വീടിനെ ചുറ്റി വരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മ വേണം. ഇനിയും ഈ കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ ഈ വീടിന്റെ സർവനാശം ഉറപ്പാണ്. സ്വാമിജി, സ്വാമിജി, എന്തൊക്കെയാ ഇത്? അദ്ദേഹം പറഞ്ഞ പോലെ ആണെങ്കിൽ ഈ വീടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഓർക്കുമ്പോ തന്നെ പേടിയാവോ എനിക്ക്. കൊച്ചമ്മ കരയല്ലേ കൊച്ചമ്മ? അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ആ ദൈവം നമ്മളെ കൈവിടില്ല, നമ്മളെ കാത്തോളൂ. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും രക്ഷിക്കും. ഇത് ശിവാനിയുടെ ജാതകമല്ല, ഇത് തെറ്റായ ജാതകമാണ്. ഈ ജാതകവും അവളുടെ മുഖലക്ഷണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ ജാതകം വെച്ചുകൊണ്ട് അവളുടെ ഭാവി പറയുക സാധ്യമല്ല. ഇവളുടെ ജീവിതത്തിൽ സർപ്പദോഷത്തിന്റെ സൂചന കാണുന്നുണ്ട്. ശിവാനിയുടെ കാര്യത്തിൽ സ്വാമിജി പറഞ്ഞതൊക്കെ അവള് സമ്മതിക്കുന്ന എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അവള് സമ്മതിക്കാത്ത കാരണം കൊണ്ട് വീട്ടിലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നീടത് ഡയറക്റ്റ് ആയിട്ട് എന്റെയും ശിവാനിയുടെയും തലയിൽ വന്ന് വീഴുന്നുള്ള കാര്യം ഉറപ്പാ. വീട്ടുകാർ മാത്രമല്ല, പുറത്തുള്ള ജനങ്ങളെല്ലാം ശിവാനി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു നടക്കൂലേ. ശിവാനിയെ സമ്മതിപ്പിക്കുന്നത് ഇത്തിരി കഷ്ടമാണ്. എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഭയങ്കര ദേഷ്യമാണ് അവൾക്ക്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇങ്ങനെ തന്നെയായ അവളെ സമ്മതിപ്പിക്കുന്നത് നടക്കുന്ന കാര്യമല്ല. ഇല്ല, ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തുടങ്ങിയ വീട്ടിലേക്ക് അപകടം കൊണ്ടുവരുന്ന പോലെയോ.
അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശിവാനിയെ ഞാൻ ഉറപ്പായിട്ട് സമ്മതിപ്പിക്കും. ഈ വീട് ഞാൻ രക്ഷിക്കുകയും ചെയ്യും. മധു, നീ ഇവിടെ നിന്ന് എന്തേ ആലോചിക്കുന്നു? അല്ല ഏട്ടാ, സ്വാമിജി പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പൊ എന്താ ചെയ്യാ? ഇനി എന്ത് ചെയ്യാനാ? സ്വാമിജി പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടത്തിക്കളെ. അതെങ്ങനെ നടക്കും? ശിവാനി തൃശൂലിനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ല. അതുകൊണ്ട് അവളെ എങ്ങനെ സമ്മതിപ്പിക്കും? സമ്മതിച്ചല്ലേ വീട്ടിലേക്ക് വന്നത്. അപ്പൊ പിന്നെ കാര്യങ്ങൾ അതുപോലെ നടന്നോളൂ. ശിവാനി തൃശൂലിനെ പൂർണ്ണമായിട്ട് സ്വീകരിച്ചിട്ടില്ല. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം പതിയെ ശരിയാവുമെന്ന് പറഞ്ഞതുകൊണ്ടാ അവള് കൂടെ വന്നത്. സ്വാമിജി ഇങ്ങനൊരു കാര്യം പറയുമെന്ന് ഞങ്ങൾ കരുതിയത് പോലുമില്ല. അപ്പോ ശിവാനി ഈ ചടങ്ങിന് സമ്മതിക്കില്ലാന്ന് സാരം. ആ ചിന്ത തന്നെയാണ് എനിക്കുള്ളത്. സ്വാമിജി പറഞ്ഞതുപോലെ സംഭവിച്ചാൽ എന്താ നമ്മൾ ചെയ്യാ? എന്റെ വയറ്റിലൊരു ജീവൻ വളരുന്നുണ്ട്. അതിനെന്തെങ്കിലും സംഭവിച്ചാൽ, ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ? മധു, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ വെറുതെ ഇരിക്കും. ചേട്ടാ, സ്വാമിജി വെറുതെ പറഞ്ഞതൊന്നുമല്ല. ജാതകം നോക്കി തന്നെയാ പറഞ്ഞത്. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാം സത്യമായ എന്താ നമ്മൾ ചെയ്യാ? മധു, നീ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. പേടിക്കും തോറും പ്രശ്നങ്ങൾ കൂടും. നിങ്ങൾ ധൈര്യമായിരിക്കാൻ പറയുന്നു, പക്ഷെ എനിക്കങ്ങനെ ധൈര്യമായിരിക്കാൻ പറ്റുന്നില്ല. നീ വെറുതെ ഇങ്ങനെ പേടിച്ചാല് നിന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞില്ലേ, വെറുതെ അതും കൂടെ പേടിക്കും. എന്ന് പറഞ്ഞ് ചുമ്മാ ഇരുന്ന സ്വാമിജി പറയുന്നത് പോലെ എന്തെങ്കിലും സത്യമായ? നീ സമാധാനിക്കും, ഒന്നും സംഭവിക്കില്ല. എനിക്കാണെങ്കിൽ ഒരു വഴിയും തോന്നുന്നില്ല. ചേട്ടാ, മുതലാളി എവിടെ പോയിക്ക? എപ്പോ വരും അദ്ദേഹം? ഉടനെ വരും. അതാ ചോദിച്ചത്, എപ്പോഴെന്ന്. എന്നാ അദ്ദേഹം തിരിച്ചു വരുമെന്ന് നിങ്ങൾക്കും അറിയില്ലേ? അദ്ദേഹത്തിന് ചെയ്യാനുള്ള ജോലികൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് എപ്പോഴാ അദ്ദേഹം ഇങ്ങോട്ട് വരികയെന്ന് പറയാൻ പറ്റില്ല. ചേട്ടാ, മുതലാളി ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ശരിയാക്കി തന്നേനെ. അതെ, മുതലാളി ഉണ്ടാവണമായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ശരിയായനെ. പക്ഷെ അദ്ദേഹം ഇല്ലാതെ പോയില്ലേ. എന്തായാലും വരുന്നത് വരെ കാക്കാം നമുക്ക്. ശിവാനിയോടൊപ്പം ഞാൻ എന്താ പറയാ? അവളോട് സംസാരിക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. പക്ഷെ സംസാരിക്കാൻ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ള പോലെ. ശിവാനി, എന്നോടൊന്നും പറയണ്ട തൃശൂൽ. ശിവാനി, ഞാൻ നിന്നോട് ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ദയവ് ഇതെന്നെ വിട്ടേക്ക്. ശിവാനി, ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വേണ്ടിയല്ല വന്നത്. നിന്നെ പ്രണയിച്ച് കല്യാണം കഴിച്ചെന്ന് കരുതി നിന്റെ കൂടെ കിടക്കണോ എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവിടെ സ്വാമിജി നിന്നെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു കരുതി. പറയണ്ട തൃശൂൽ, ഒന്നും പറയണ്ട. ഇവിടുന്ന് ഇറങ്ങിപ്പോ. ശിവാനി, എനിക്ക് ഒന്നും സംസാരിക്കാനുള്ള അവകാശമില്ലേ? എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കിയത് നീ തന്നെയാ. ശിവാനി, എനിക്ക് വേണ്ടിയെങ്കിലും നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയെങ്കിലും പറയുന്നു ഒന്ന് കേൾക്ക് പ്ലീസ്. നോക്ക്, ഞാൻ നിന്നെ താലി കെട്ടിന്നുള്ള കാരണം കൊണ്ട് നിന്റെ മേലെ അധികാരം എടുക്കുന്നതൊന്നല്ല. അതുമല്ലെങ്കിൽ സ്വാമിജി പറഞ്ഞ വാക്കുകൾ കാരണം ഞാൻ ടെൻഷനായിട്ട് നിന്നോട് സംസാരിക്കാൻ വന്നതുമല്ല. ഇത് പേഴ്സണൽ മാറ്ററാണ്, ആലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മറിച്ചൊരാലോചനയുടെ ആവശ്യമില്ല, വേറൊന്നും പറയാനുമില്ല. ഇവിടുന്ന് പുറത്തു പോ തൃശൂൽ. അതല്ല ശിവാനി, പറഞ്ഞേ തൃശൂൽ. ത്രിവിക്രം, തമാശ പറയല്ലോ നീ. തമാശ പറയേണ്ട കാര്യമാണോ ഇത്? ആരെങ്കിലും സ്വന്തം ഗേൾഫ്രണ്ടിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയും തോന്നുന്നുണ്ടോ? ശിവാനി ഇതൊക്കെ എങ്ങനെ സമ്മതിച്ചു? അവൾ അതിന് മറുത്തൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ വരുന്നവരെ അവള് മറിച്ചൊരു ഉത്തരവും കൊടുത്തിട്ടില്ല. കൊടുക്കാൻ പാടില്ല, കൊടുക്കാനേ പാടില്ല. ഞാനും ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ്. ശിവാനി ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവളുടെ മനസ്സിലുള്ള പ്രണയം തന്നെ വേറെയാണ്. ആ പ്രണയത്തെ മറന്ന് അവൾ മറ്റൊരാളുടെ കൂടെ ജീവിക്കില്ല, ഒരിക്കലുമില്ല. ഇപ്പോഴും ഇങ്ങനെയൊക്കെ കരുതി വെറുതെ ഇരുന്നോ നീ? ഇപ്പൊ എന്ത് സംഭവിച്ചു? വേണ്ടാന്ന് പറഞ്ഞ് വീട് വിട്ട് പോയവള് ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് എത്തിയില്ലേ? ഇത് നീ ചിന്തിച്ച കാര്യമാണോ?
ഇല്ല, ശിവാനി എല്ലാ കാലത്തും എന്റേത് മാത്രമായിരിക്കണം. അവളും ഞാനുമാണ് ഒന്നു ചേരേണ്ടത്. തൃശൂലിന്റെ സ്ഥാനത്ത് ഞാനാണ് വരേണ്ടത്. അല്ല, അവര് രണ്ടുപേരും പരസ്പരം സമ്മതിച്ച് ദാമ്പത്യം തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും? ഇല്ല, തുടങ്ങില്ല. നീ തുടങ്ങില്ല എന്നൊക്കെ പറയും. അവിടുത്തെ സിറ്റുവേഷൻ നിനക്ക് അറിയാത്തതുകൊണ്ടാ. അവര് പരസ്പരം സമ്മതിച്ച് ശിവാനിയും തൃശൂലും. മതി, നിർത്തോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ആദിശേഷൻ എനിക്ക് ഒരിക്കലും കിട്ടില്ല. എന്റെ ആദിശേഷൻ അവളുടെ കൂടെ ജീവിക്കുന്നത് എന്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല. മായങ്കനെ, നീ എന്താ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നത്? എനിക്ക് എന്റെ രക്തം തളച്ചു വന്നോണ്ടിരിക്കുക. അവരുടെ ദാമ്പത്യം തുടങ്ങിക്കഴിഞ്ഞാ ശിവാനി ഒരു കാലത്തും എനിക്ക് കിട്ടില്ല. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രണയത്തിനെയാണ് നീ ഇങ്ങനെ പറയുന്നത്. എന്റേത് 23 വർഷങ്ങൾ കാത്തിരുന്ന പ്രണയമാണ്. ഞാൻ എന്തു പറയണം? എനിക്ക് ആദിശേഷന്റെ പ്രണയം നഷ്ടപ്പെടുത്താൻ വയ്യ. മായ, അവര് രണ്ടാളും ഒരിക്കലും ഒന്നു ചേരാൻ പാടില്ല. ശിവാനി ഇതിനൊരിക്കലും സമ്മതിക്കാനും പാടില്ല. സമ്മതിക്കില്ല, സമ്മതിക്കില്ല, സമ്മതിക്കില്ല. അവരുടെ ദാമ്പത്യം ഒരിക്കലും സംഭവിക്കില്ല. ഒരു കാരണവശാലും ശിവാനിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും വരില്ല. നിന്റെ മുന്നിൽ നാഗലോകത്തിന്റെ വാതിൽ അടച്ചിരിക്കുന്നു ശിവാനി. മഹാദേവ, എന്താണ് എന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്? 1000 സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാ ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നത്. എന്റെ സ്വപ്നങ്ങൾ സഫലമാകാറായപ്പോ തൃശൂല് വന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടി എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. സ്വപ്നങ്ങൾ പോട്ടെ, എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് മഹാദേവ? വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പറ്റില്ല, എനിക്കിനി ഇതിന് കഴിയില്ല. എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാവുന്നില്ല. അങ്ങനെ കൊടുക്കാനായി എന്റെ കയ്യിൽ അതിനുള്ള ഉത്തരങ്ങളും ഇല്ലല്ലോ. ഇല്ല, ഞാനൊരു തീരുമാനത്തിലെത്തിയേ പറ്റൂ. ആ തീരുമാനം എടുക്കാൻ നിന്നിലൂടെ സാധിക്കൂ. ആ തീരുമാനമാണ് ഇനി എന്റെ മുന്നോട്ടുള്ള ജീവിതം. എനിക്ക് ഉത്തരം തന്നേ മതിയാവൂ. മഹാദേവ, എന്താ ഇത്? ഞാൻ കത്തിച്ചു വെച്ച ദീപങ്ങൾ അണഞ്ഞു പോയിരിക്കുകയാണല്ലോ. എന്നുവെച്ചാ എന്റെ ജീവിതവും ഇങ്ങനെ തന്നെയാണോ? ഇപ്പോൾ അങ്ങേക്ക് സന്തോഷമാവുന്നുണ്ടല്ലേ? എന്നെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് അങ്ങ് തന്നെയല്ലേ? ഇതിനു വേണ്ടിയാണോ എന്നെ ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്? ഇതിനാണോ ഞാൻ മുന്നോട്ട് വെച്ച ചുവടുകളെ പിന്നോട്ട് വെക്കരുതെന്ന് പറഞ്ഞത്? പറയൂ മഹാദേവ, എനിക്ക് ഉത്തരം നൽകൂ. ഇഷ്ടമല്ലെങ്കിലും കഴുത്തിലെ താലി കളയരുതെന്ന് വാസകയെ കൊണ്ട് പറയിപ്പിച്ചു. കഷ്ടമാണെങ്കിലും ആ വീട്ടിലേക്ക് പോകൂ എന്ന് ആജ്ഞാപിച്ചു. അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചു. എന്നാ ഇപ്പോ ഞാൻ അവന്റെ കൂടെ ദാമ്പത്യം തുടങ്ങണമെന്നാണോ? ഇതെങ്ങനെ സാധിക്കും മഹാദേവ? ഞാൻ മനസ്സുകൊണ്ട് പ്രണയിച്ചത് എന്റെ ആദിശേഷനെയാണ്. ഞാൻ കല്യാണം കഴിക്കേണ്ടത് അവനെയാണ്. എന്നാൽ എന്റെ കഴുത്തിൽ തൃശൂല് വന്ന് താലി കെട്ടി അവൻ എന്നെ പ്രണയിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഞാൻ അവനെ ഒരു ക്ഷണം പോലും പ്രണയിച്ചിട്ടില്ല. ഇനി പ്രണയിക്കുകയില്ല. ഇഷ്ടമില്ലാതെ അവന്റെ കൂടെ ജീവിതം ആരംഭിക്കാൻ എനിക്ക് കഴിയില്ല, സാധിക്കില്ല. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം മഹാദേവ? പറയൂ. ഞാനിപ്പോ ദാമ്പത്യം വേണ്ടെന്ന് പറഞ്ഞാൽ ആ വീട് തന്നെ നശിച്ചില്ലാതായി പോവും. ആ വീട്ടിൽ മരണവും സങ്കടവും മാത്രമേ ഉണ്ടാവൂന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അതെല്ലാം ഉണ്ടായത് ഞാൻ കാരണമാണെന്ന് എല്ലാവരും പറയുകയും ചെയ്യും.
ആ ഭയം കാരണമാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നത്. ആ വീട്ടുകാർക്ക് ഞാൻ കാരണം എന്തെങ്കിലും സംഭവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എല്ലാവരുടെയും നന്മകൾ മാത്രം ആഗ്രഹിക്കുന്ന വീടാ അത്. യാതൊരു കാരണവശാലും അവർക്കൊന്നും സംഭവിക്കരുത്. അങ്ങ് എന്തു പറഞ്ഞാണോ എന്നെ ആ വീട്ടിലേക്ക് വിട്ടത്, ആ വഴിയിലൂടെ സഞ്ചരിക്കാനാ ഞാനും ആഗ്രഹിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയില്ല മഹാദേവ. അങ്ങയിൽ നിന്ന് എനിക്ക് ഉത്തരം വേണം. അണഞ്ഞ വിളക്കുകൾ എന്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. ഞാൻ വെച്ചിരിക്കുന്ന ചുവടുകൾ ശരിയാണെങ്കിൽ ഈ ദീപങ്ങൾ തനിയെ കത്തും. തെറ്റാണെങ്കിൽ ഇത് കത്തില്ല. വലിയ കാറ്റ് വീശുന്നതിനിടയിൽ ഒരു കാരണവശാൽ ഈ വിളക്കുകൾ തെളിയില്ല. എടത്തി, എവിടെ പോയിരിക്കുമായിരുന്നു? ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു, എവിടെയും കണ്ടില്ലല്ലോ. എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? പുറത്തെങ്ങാനും പോയിരിക്കുമായിരുന്നോ? വീണേ, എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നിരിക്കും. അതിനെന്തിനെങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ശിവാനി, അവൾ അറിയാതെ ചോദിച്ചതാ, നീ ഒന്നും വിചാരിക്കണ്ട. ശിവാനി, നിങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളെന്ന് എനിക്കറിയാം മുത്തശ്ശി. നിങ്ങള് സ്വാമിജി പറഞ്ഞ കാര്യല്ലേ പറയാൻ വരുന്നത്? അതല്ല മോളെ, സ്വാമിജി പറഞ്ഞത്